Hi all, welcome to Competitive Cracker. എക്കണോമിക്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിവിഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുന്നതിൻ്റെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയിരിക്കണം, നമുക്ക് ടോപ്പിക്സ് ഫെമിലിയർ ആയിരിക്കണം, നമുക്ക് ഏറ്റവും വേണ്ട ഏരിയസ് ഏതാണ്, നമ്മൾ ഏറ്റവും വെയിറ്റേജ് കൊടുക്കേണ്ട സ്ഥലങ്ങൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത്രയും മാത്രമേ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രയും മാത്രമേ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കിനി ഒരുപാട് ടോപ്പിക്സ് വാസ്റ്റായിട്ട് കവർ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സെഷനാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ, നമ്മൾ ഈ പറയുന്നത് 2022, 2023, 2024 ഈ കഴിഞ്ഞ റീസെൻറ്റ് സെഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ ഒത്തിരി സമയം കളയാതെ പോവാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് നമുക്ക് എന്തിനാണെന്ന് നമുക്കറിയാം. കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതാനായിട്ട് പറ്റുകയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഡിവാലുവേഷൻ ഓൾവേസ് കറക്റ്റ് എ ക്രോണിക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ്. 2, an expected devaluation leads speculative capital outflows from the ഡൊമസ്റ്റിക് കൺട്രി. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണോ, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണോ, അത് രണ്ടും ശരിയാണോ, അതിൽ ഏതെങ്കിലും തെറ്റാണോ, ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഓരോ സാധനവും എടുത്തൊന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എടുത്തൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യത്തെ അനലൈസ് ചെയ്യാം. നമുക്കറിയാം ഡിവാലുവേഷൻ ഓൾവേസ് കറക്റ്റ്സ് ക്രോണിക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പോലെ ഡിവാലുവേഷൻ എപ്പോഴും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് കറക്റ്റ് ആക്കണമെന്ന് നിർബന്ധം ഇല്ല. കാരണം നമുക്കറിയാം ഡിവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എക്സ്പോർട്ട് ചീപ്പാവും, 2 ഇമ്പോർട്ട് കോസ്റ്റ്ലി ആവും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ എന്താണ്, ഡിപ്രീസിയേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കറൻസിയുടെ മൂല്യം കുറച്ച് കാണിക്കലാണ്. അപ്പോൾ അങ്ങനെ വന്നു സ്വാഭാവികമായിട്ടും പുറത്തുനിന്നൊരു സാധനം വാങ്ങിക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതൽ ഇൻകർ ചെയ്യാനായിട്ട് വരും. നേരെ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് ചീപ്പായി പോകും. കാരണം നമ്മുടെ അതിന് മൂല്യം കുറവായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടുകൾ ചീപ്പായിട്ട് ഇരിക്കും. അപ്പോൾ കയറ്റുമതി ചീപ്പാവുകയും ഇറക്കുമതി ഈ പറയുന്നത് പോലെ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആകുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കറക്റ്റ് ചെയ്യുമെന്ന് പറയാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ ഇതാണ്: അൺഎക്സ്പെക്റ്റഡ് ഡിവാലുവേഷൻ. എക്സ്പെക്റ്റഡ് ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഈ കറൻസിയുടെ മൂല്യം എങ്ങനെയാണ് പോകാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഒരു ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു മൂല്യക്കുറവ് ഒരു തൊട്ട് സമീപ ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്നെ നോക്കണേ. അയാൾ നോക്കുമ്പോൾ അയാളുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ മൂല്യം കുറയാൻ പോവുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇയാളിത് പുറത്തെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ സേഫായിട്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ സംഭവിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതായിരുന്നു. ഇപ്പോൾ പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ക്രോണിക് ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റുകൾ എല്ലായ്പ്പോഴും കറക്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞ പോലെ ഡിവാലുവേഷൻ പറ്റില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സ്പെക്യുലേഷൻ ആണ്. സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു ഊഹമാണ് അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവാണ്. തൊട്ടടുത്ത അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അയാൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും അയാളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ, ഡൊമസ്റ്റിക് കറൻസിയിലുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യും? പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ സംഭവിക്കും. ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 2 ശരിയായില്ലേ? സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഫോൾസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ ഉണ്ട്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതായി? ഓപ്ഷൻ ഡി ആയി. ക്ലാരിറ്റി ഉണ്ടാകണം, കൺസെപ്റ്റ് ക്ലാരിറ്റി. ഉറപ്പായിട്ടും ഡിവാലുവേഷൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എക്സ്പോർട്ട്സ് ഓൺ ദ ചീപ്പർ സൈഡും ഇമ്പോർട്ട്സ് ഓൺ ദ കോസ്റ്റ്ലിയർ സൈഡും ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാകുന്നത്. രണ്ടാമത് ശരിയാണുള്ള കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മൾ പറഞ്ഞു. ഉറപ്പായിട്ടും ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഉറപ്പായിട്ടും ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. ആ കൺസെപ്റ്റ് ക്ലാരിറ്റിയിലേക്കും നമുക്ക് ഈ പറയുന്ന പോലെ ഏറ്റവും ശ്രദ്ധ വേണ്ട ചോദ്യങ്ങളിലേക്കും ഒക്കെ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിൽ വരുന്നത്? ഈ ക്രാഷ് ബാച്ച് എന്ന് പറയുന്ന സംവിധാനം ഓപ്പൺ ചെയ്യുന്നത്. ജൂൺ 10 നമ്മൾ ക്രാഷ് ബാച്ച് തുടങ്ങും. ജൂൺ 21 വരെയുള്ള 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ടീം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം
എക്സാമിന് നിങ്ങൾ ഏറ്റവും പ്രിപ്പറേഷൻ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ പ്രിപ്പറേഷൻ ഒന്ന് ഫോക്കസ്ഡ് ആക്കി, ആ 10 ദിവസത്തെ പ്രിപ്പറേഷൻ കൊണ്ട്, നിങ്ങളുടെ ആ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻ കൊണ്ട്, നിങ്ങളുടെ ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ട് ആ 10 ദിവസം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജൂൺ 10-ാം തീയതി നമ്മൾ ക്രാഷ് ബാച്ച് തുടങ്ങുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൽ കുറഞ്ഞൊന്നും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നില്ല. JRF കിട്ടിയാലും നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് JRF അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൽ കുറഞ്ഞൊന്നും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നില്ല. നമുക്കറിയാം 3 കാറ്റഗറി നെറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൽ കുറഞ്ഞതൊന്നും നമ്മൾ ഈ 10 ദിവസം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഈ ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത. ഫോക്കസ്ഡ് ആയ, ടൈലേർഡ് ആയ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയുള്ള ഒരു സ്പെസിഫിക് കോഴ്സ് ആയിരിക്കും നമ്മുടെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ഒത്തിരി സമയം കളയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ചോദ്യം ഏതാണ്ട് ഇങ്ങനെയാണ്: സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽ ഇസ് സെഡ് ടു ബി ഓവർ ഐഡന്റിഫൈഡ് ഇഫ്. ഏത് സാഹചര്യത്തിലാണ് ഒരു സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽ ഓവർ ഐഡന്റിഫൈഡ് ആണ് എന്ന് പറയുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. യൂണിക് ന്യൂമറൽ വാല്യൂസ് ഓഫ് ദ സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. മോർ ദാൻ 1 ന്യൂമറിക്കൽ വാല്യൂ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫോർ സം ഓഫ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ സ്ട്രക്ചറൽ ഇക്വേഷൻ. Unique solution for all the structural coefficient is not possible. Structural coefficient cannot be estimated. ഏത് സാഹചര്യത്തിലാണ് ഓവർ ഐഡന്റിഫൈഡ് ആണെന്ന് പറയുന്നത്? വളരെ ഈസി ആയിട്ട് നമുക്കിത് പറയാൻ പറ്റും. കാരണം അധികം പാരാമീറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരേ ന്യൂമറിക് വാല്യൂ വരുന്ന പോലെ നമുക്ക് ഈ പറയുന്നത് പോലെ പല പാരാമീറ്റേഴ്സ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഉറപ്പായിട്ടും ഒരു സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽ എന്ന് പറയുന്നത് ഓവർ ഐഡന്റിഫൈഡ് ആകുന്നത്. അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷനേ നമുക്ക് കാണാനുള്ളൂ. മോർ ദാൻ 1 ന്യൂമറിക്കൽ വാല്യൂ ക്യാൻ ബി ഐഡന്റിഫൈഡ് ഫോർ സം ഓഫ് ദ പാരാമീറ്റേഴ്സ്. അത് ചില പാരാമീറ്റേഴ്സിന് മാത്രം ഒന്നിൽ കൂടുതൽ ന്യൂമറിക് വാല്യൂ അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രക്ചറൽ ഇക്വേഷനിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഓവർ ഐഡന്റിഫൈഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. യൂണിക് വാല്യൂ ആണെങ്കിൽ ഓവർ ഐഡന്റിഫൈഡ് ആണെന്ന് പറയേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത് ഈ പറഞ്ഞ യൂണിക് സൊല്യൂഷൻ ആണെങ്കിലും ഓവർ ഐഡന്റിഫൈഡ് ആയിട്ട്, അല്ലെങ്കിൽ പറഞ്ഞ യൂണിക് സൊല്യൂഷൻ പോസിബിൾ അല്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഓവർ ഐഡന്റിഫൈഡ് ആയിട്ട് പറയേണ്ട ആവശ്യം ഇല്ല. ഇനി അതല്ല, സ്ട്രക്ചറൽ കോഎഫിഷ്യന്റുകളെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ഓവർ ഐഡന്റിഫൈഡ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു പാരാമീറ്ററിന് അല്ലെങ്കിൽ ഒന്നിലധികം പാരാമീറ്റേഴ്സിന് നമുക്ക് ഈ പറഞ്ഞ ഒന്നിലധികം ന്യൂമറിക്കൽ വാല്യൂസ് അസോസിയേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെ വരുന്നൊരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഓവർ ഐഡന്റിഫൈഡ് ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് കരുതേണ്ടത്. ഉറപ്പായിട്ടും ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം. ഡൗട്ട് വേണ്ട അല്ലേ? കൺസെപ്റ്റ് ക്ലാരിറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇത് പറഞ്ഞ പോലെ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ എക്കണോമിക്സോ എക്കണോമെട്രിക്സോ ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഒരു റൈസ് ഇൻ ഡിമാൻഡ് ഓഫ് ദിസ് മാത്തമാറ്റിക്കൽ എക്കണോമെട്രിക്സിൻ്റെ ഒക്കെ ഡിമാൻഡ് നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അളവ് വളരെ കൂടി വരുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയൊരു മൈനർ സെറ്റ് കലാപരിപാടി കൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. സോ ഒത്തിരി നമ്മൾ ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ പഠനം ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് ഫസ്റ്റ് എംപെരിക്കൽ ടെസ്റ്റ് ഓഫ് ഹെക്സറോലിൻ മെയ്ഡ് ബൈ വാസിലി ലിയോണ്ടിഫ് ഫൈൻഡ്? അതായത് 2 കൺസെപ്റ്റുകൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്കറിയാം ഹെക്സറോലിൻ തിയറം നമുക്കറിയാം. 2 ലിയോണ്ടിഫ് പാരഡോക്സ്, അത് നിങ്ങൾക്കറിയാം. ശരിക്കും ചോദ്യം ലിയോണ്ടിഫ് പാരഡോക്സിനെ പറ്റിയാണ്, പക്ഷേ ചോദ്യം ബേസ് ചെയ്തേക്കുന്ന ഏതിലാണ്? ഹെക്സറോലിൻ തിയറത്തിലാണ്. ഹെക്സറോലിൻ നിങ്ങൾക്ക് അറിയാം, എലി ഹെക്സറോ ഈ പറഞ്ഞ പോലെ ബെർട്ടിൽ ഓലിനും ചേർന്നെടുത്ത ഒരു തിയറിയാണ്, ചെയ്തു വെച്ചൊരു തിയറിയാണ്. ഒരു രാജ്യം ക്യാപിറ്റൽ അബണ്ടൻ്റ് ആണെങ്കിൽ ആ രാജ്യം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ എക്സ്പോർട്ട് ചെയ്യുകയും ലേബർ ഇൻറ്റൻസീവായ പ്രൊഡക്ട്സിനെ ഇമ്പോർട്ട് ചെയ്യുകയും വേണം. നേരെ തിരിച്ച് ഒരു രാജ്യം ലേബർ അബണ്ടൻ്റ് ആയ രാജ്യമാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സും എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സും ആയിരിക്കണം. എന്നിട്ട് ആ കൂട്ടത്തിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ വേണം എന്നാണ് ഹെക്സറോലിൻ പറഞ്ഞത്. പക്ഷേ വാസിലി ലിയോണ്ടിഫ് എന്ന് പറയുന്ന ആൾ അമേരിക്കയിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അമേരിക്കയെ പറ്റി കണ്ടത്, അമേരിക്ക ഒരു ക്യാപിറ്റൽ അബണ്ടൻ്റ് രാജ്യമാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ വാസിലി ലിയോണ്ടിഫ് ടെസ്റ്റ് ചെയ്തപ്പോൾ ലിയോണ്ടിഫ് കണ്ടത് എന്താണ്? ലിയോണ്ടിഫ് കണ്ടത് ഇത്രയേ ഉള്ളൂ, ക്യാപിറ്റൽ അബണ്ടൻ്റ് രാജ്യമായിരുന്നിട്ടും അവരെ ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ അബണ്ടൻ്റ് ഗുഡ്സും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ അബണ്ടൻ്റ് ഗുഡ്സും ആണ് എന്നാണ് ഈ തിയറിക്കകത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാരഡോക്സിൻ്റെ അകത്ത് ലിയോണ്ടിഫ് ഐഡന്റിഫൈ ചെയ്തത്. ഇനി ആ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തേക്കുന്നത് US എക്സ്പോർട്സ് വെയർ ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ദാൻ US ഇമ്പോർട്ട്സ്. രണ്ട്, US എക്സ്പോർട്സ് വെയർ മോർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ദാൻ US ഇമ്പോർട്ട്സ്. US എക്സ്പോർട്സ് വെയർ മോർ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ദാൻ US ഇമ്പോർട്ട്സ്. ഓൾ ഓഫ് ദി അബോവ് എന്തായാലും ആവില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ സാധാരണ രീതിയിൽ ഓൾ ഓഫ് ദി അബോവ് ഉള്ള ചോദ്യങ്ങളിൽ ഓൾ ഓഫ് ദി അബോവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ അത് ഓൾ ഓഫ് ദി അബോവ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഇപ്പോൾ പറഞ്ഞത് ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എക്സ്പോർട്ടുകൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരുന്നില്ല. ക്യാപിറ്റൽ അബണ്ടൻ്റ് രാജ്യമാണല്ലോ അമേരിക്ക, എന്നിട്ടും അതിൻ്റെ എക്സ്പോർട്ടുകൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരുന്നില്ല എന്നുള്ളതാണ്
ലിയോൺ ഡിഫ് ഐഡൻറ്റിഫൈ ചെയ്തതെന്നുള്ളതാണ് ലിയോൺ ഡിഫ് പാരഡോക്സ്. അതറിയാമെങ്കിൽ നമുക്ക് ഉത്തരം റെഡി ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ? ഉറപ്പായിട്ടും ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ദാൻ യുഎസ് ഇമ്പോർട്ട്സ്. ശരിക്കും എച്ച് ഒ തിയറിക്കകത്ത് പറഞ്ഞത് എന്താണ്? എച്ച് ഒ തിയറിക്കകത്ത് പറഞ്ഞത് ക്യാപിറ്റൽ ഉള്ള രാജ്യം ക്യാപിറ്റൽ എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സിനെ എക്സ്പോർട്ട് ചെയ്യണം, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യണം, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ നേരെ തിരിച്ച് അമേരിക്കയിൽ സംഭവിച്ചത് എന്താണ്? അവർ ഇമ്പോർട്ട് ചെയ്തത് അത്രയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സും, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി അധികം വന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സും എക്സ്പോർട്ട് ചെയ്തത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സും ആയിരുന്നു എന്ന് പറയുന്നതാണ് ആ തിയറിക്കകത്ത് ലിയോൺ ഡിഫ് പാരഡോക്സ് ആയിട്ട് കണ്ടുപിടിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമുക്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തിയറികളിൽ ഒരെണ്ണമാണ് ഹെക്ഷർ റോലിംഗ് തിയറി എന്ന് പറയുന്നത്. 10 മൊഡ്യൂളുകളിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇമ്പോർട്ടൻസ് ഉള്ള മൊഡ്യൂളുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടോ നമ്മളെടുത്ത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ പറഞ്ഞ പോലെ കൃത്യമായ ക്ലാസ് കൊടുക്കുന്നതും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു ഫ്രീ ഫസ്റ്റ് ആൻഡ് ലൈവ് എക്സ്പീരിയൻസിലേക്ക് ക്ഷണിക്കുന്നത്. ഒരാഴ്ച നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ എല്ലാ ക്ലാസ്സസും, എല്ലാ ഷെഡ്യൂൾസും, എല്ലാ ലൈവ് സെഷൻസും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ പറയുന്നത് പോലെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് വർത്ത് ആണോ എന്ന് നിങ്ങൾക്ക് കയറി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻറോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് ലൈവ് എക്സ്പീരിയൻസ് തരികയാണ് നിങ്ങൾക്ക്. അതായത് ആരെങ്കിലും പറഞ്ഞു കൊള്ളാമെന്ന് അറിയുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഫ്രീ 1 വീക്ക് സെഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ അതിനകത്ത് കയറി നിങ്ങൾ എൻറോൾ ചെയ്യാനോ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ ഒരാഴ്ചത്തെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതിന് പറയുന്നത് പോലെ ഒരു ഫീസിൻ്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ആകെ ഇത്രയുള്ള നമ്പറിലൊന്ന് കയറുക, രജിസ്റ്റർ ചെയ്യാം. ആ ഫ്രീ സെഷൻ അല്ലെങ്കിൽ ആ ഫ്രീ വീക്ക് നിങ്ങൾ എൻജോയ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ എൻറോൾ ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ടെക്യുലർ എഫക്റ്റ്. ടെക്യുലർ എഫക്റ്റ് ഇൻഡിക്കേറ്റ്സ്. എന്താണ് ടെക്യുലർ എഫക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ടെക്വില നിങ്ങൾക്ക് അറിയാം, സൗത്ത് അമേരിക്കൻ, നോർത്ത് അമേരിക്കൻ, നമുക്ക് ഈ പറഞ്ഞ പോലെ ലാറ്റിൻ അമേരിക്കൻ ഏരിയയിലെ സംവിധാനമാണ് നിങ്ങൾക്ക് അറിയാം. ടെക്വില നിങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഡ്രിങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കേട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു സൗത്ത് അമേരിക്കൻ സാധനമാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിലുണ്ടായ 1994 95 ഒരു മെക്സിക്കൻ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട സാധനമായിരുന്നു. മെക്സിക്കൻ പെസോ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ടെക്യുലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പ്രെഡ് ഓഫ് 1994-95 മെക്സിക്കൻ ക്രൈസിസ് ടു അതർ കൺട്രീസ് ഇൻ ലാറ്റിൻ അമേരിക്ക, അതാണ് ടെക്യുലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് അറിയണം, ഈ 3 സാധനം എന്നാന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി അറിയുക എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ സമയം സ്പെയർ ചെയ്ത് ഓരോ ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ എക്കണോമിക്സിലാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ സംവിധാനത്തിലുണ്ടാകുന്ന കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസ് അടക്കമുള്ളതെല്ലാം അനലൈസ് ചെയ്ത് പോയാൽ മാത്രമാണ് ഈ 3 സാധനങ്ങൾ എന്താണ് പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിമോണിറ്റൈസേഷനെ പറ്റി പറയുമ്പോഴോ അല്ലെങ്കിൽ 2008 ക്രൈസിസിനെ പറ്റി പറയുമ്പോഴോ 29 ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയ ഒരു സാധനം അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ആലോചിക്കാതെ എഴുതാൻ പറ്റും. സാധാരണ ഇതിൽ ടെക്വില എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ടേമാണ്, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ടേമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലാറ്റിൻ അമേരിക്കയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഉത്തരം എളുപ്പത്തിൽ എഴുതാനായിട്ട് പറ്റും. പക്ഷേ ബാക്കി ഈ പറയുന്ന 3 സാധനങ്ങളിൽ ഏതെങ്കിലും ആണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ ക്ലാസ്സസിൽ അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് നമുക്ക് ഒത്തിരി ആലോചിക്കാതെ പറയാനായിട്ട് പറ്റും. സ്പ്രെഡ് ഓഫ് 1994-95 മെക്സിക്കൻ ക്രൈസിസ് ടു അതർ കൺട്രീസ് ഇൻ ലാറ്റിൻ അമേരിക്ക. ഓക്കെ, ഇതുമായി പറയുന്ന പോലെ ഒത്തിരി ബുദ്ധിമുട്ടില്ലാത്തൊരു ചോദ്യമാണ്. കണക്കാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ എക്കണോമിക്സിൻ്റെ പ്രോബ്ലം പാർട്ടിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചോദ്യമാണ്. നോക്കാം. Suppose profit maximizing monopolist is producing 800 units of output and is charging a price of ₹40 per unit, and if the elasticity of demand for the price of product is -2, marginal cost of the last unit produced. നമുക്ക് തന്നേക്കുന്നത് ഉറപ്പായിട്ടും പ്രൈസ് തന്നിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 40. ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 800. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്നത് പോലെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് തന്നിട്ടുണ്ട്, -2 ആണ്. 3 സാധനങ്ങൾ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? മാർജിനൽ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ലേണർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ലേണർ ഇൻഡെക്സ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. ലേണർ ഇൻഡെക്സ് ഫോർമുല നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലേണർ ഇൻഡെക്സ് ഫോർമുല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലേണർ ഇൻഡെക്സ് ഫോർമുല ഇത്രേ ഉള്ളൂ. MC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെയാണ്: P - MC ഡിവൈഡഡ് ബൈ P is equal to -1/ED. ഓക്കെ, സിമ്പിൾ സാധനമാണ്.
പി മൈനസ് എം സി ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ ഡി. നമുക്ക് ഈ സാധനത്തിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എം സി കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലോ. അതെങ്ങനെയാണ്? ശരിക്കും 1 മൈനസ് എം സി ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ഇ ഡി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് റീഫോം ചെയ്ത് അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? 1 പ്ലസ് 1 ബൈ ഇ ഡി ഇൻറ്റു പി എന്ന് പറയുന്നതായിരിക്കും എം സി. ലേണർ ഇൻഡെക്സ് ഫോർമുല മാത്രമായിട്ട് ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: പി മൈനസ് എം സി ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ഇ ഡി ആണെന്ന് നമുക്കറിയാം. ഇതിനെ നമുക്ക് 1 മൈനസ് എം സി ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ഇ ഡി നമുക്ക് എഴുതാം. വിച്ച് ഇൻ ടേൺ എങ്ങോട്ട് പോകും? 1 പ്ലസ് 1 ബൈ ഇ ഡി ഈസ് ഈക്വൽ ടു എം സി ഡിവൈഡഡ് ബൈ പി. അങ്ങനെയാണെങ്കിൽ എം സി എത്രയാണ്? 1 പ്ലസ് 1 ബൈ ഇ ഡി ഇൻറ്റു പി. സിമ്പിൾ സാധനമാണേ. നമ്മൾ ഇതിൻ്റെ അത്ര വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ ഇക്വേഷൻ അത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം സി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ ഇ ഡി. ഇ ഡി എത്രയാണ്? നമ്മുടെ ഞാൻ മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചായിരുന്നു, വായിച്ചു കളഞ്ഞു. ക്യൂ എന്ന് പറയുന്നത് 800 ആണെന്ന് നമ്മൾ പറഞ്ഞു. പി എന്ന് പറയുന്നത് 40 ആണെന്ന് നമ്മൾ പറഞ്ഞു. എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് -2 ആണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൻ്റെ അത് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇ ഡി -2 ഇൻറ്റു പി. പി എത്രയാ? 40. ഒന്നുമില്ല, കഴിഞ്ഞു. 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു 40 സിംപ്ലി 20 അല്ലേ? അപ്പോൾ നമ്മുടെ മാർജിനൽ കോസ്റ്റ് എത്രയേ വരുള്ളൂ? ഓപ്ഷൻ ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആകെ അറിയേണ്ടത് എന്താണ്? ലേണർ ഇൻഡെക്സ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ടെന്ന് അറിയണം. ആ ഫോർമുല എന്ന് പറയുന്നത് പി മൈനസ് എം സി ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു -1 ബൈ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണെന്ന് നമ്മൾ അറിയണം. നമുക്ക് ക്വാണ്ടിറ്റിയുടെ ഒന്നും ആവശ്യമില്ല മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഒറ്റ ഫോർമുലയ്ക്കാന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇത് മാത്രമല്ലേ ആവശ്യമുള്ളൂ. ലേണർ ഇൻഡെക്സ് ഫോർമുല എന്താണെന്ന് നമ്മൾ അറിയണം. ഇത്രയൊക്കെ അറിയാനുള്ളൂ. പക്ഷേ ഈ കൺസെപ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഠനമാണ്. നിങ്ങളെ ഫോക്കസ് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ്. 20 നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 20 നമ്മുടെ ഉത്തരം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഫോക്കസ്ഡ് ആയ ലേണിംഗ് അത്യാവശ്യമായിട്ട് വരുന്നത്. ആ ഫോക്കസ്ഡ് ആയ ലേണിംഗിലേക്കാണ് നമുക്ക് ഈ പറയുന്നത് പോലെ ഡിസംബർ 2025 ലോങ് ബാച്ചിൻ്റെ ക്ലാസ്സസും ക്ഷണിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ സമയം തികയില്ല എന്ന് തീർത്തും തോന്നുന്നുണ്ടെങ്കിൽ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ, ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് എഴുതാൻ 7 മാസം സമയമായിട്ടാണ് നമ്മൾ ലോങ് ടേം ബാച്ചായ ഡിസംബർ 2025 അഡ്മിഷൻസും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാൻ ആയിട്ടും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ലൈവ് സെഷൻസ് ആയിട്ടും ഡെയിലി പ്രാക്ടീസും മോക്ക് ടെസ്റ്റും ആയിട്ടും നമുക്ക് ഈ പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ നെറ്റ് അക്വയർ ചെയ്യാനുള്ള പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മുടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സെഷൻ കൂടി നമ്മൾ ഇതിനകത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ട്യൂഷൻ സെഷനായിട്ട് കാണുന്നവരെ താങ്ക് യു.